വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽപ്പെട്ട അയ്യൻകുഴി. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഭൂമി. 4 വശങ്ങളും ഭീമൻ കമ്പനികളായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസും പണിത വൻ മതിലുകൾ. ഒരു ജയിൽ സമാനമായ അന്തരീക്ഷം. ഒരു അപകടമുണ്ടായാൽ പലപ്പോഴും ചെന്നെത്താൻ കഴിയാത്ത ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് വിമാനത്തിൽ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെയാണ് എയർ ലിഫ്റ്റിംഗ് എന്ന റെസ്ക്യൂ ഓപ്പറേഷന് പറയുന്നത്. എന്നാൽ നാഷണൽ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥലത്തെപ്പറ്റി പറയുന്നത് അപകടമുണ്ടായാൽ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത സ്ഥലമാണ് അയ്യൻകുഴി എന്നാണ്. ഒരു കൂറ്റൻ മതിൽക്കെട്ടുകൾക്കിടയിൽ പെട്ടുപോയ കൊച്ചി അമ്പലമുകൾ അയ്യൻകുഴി നിവാസികൾക്ക് കുറച്ചേറെ പറയാനുണ്ട്. BPCLും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസും എന്ന HOCയും കൂടി തങ്ങളുടെ ജീവിതത്തെയും ജീവിത സാഹചര്യത്തെയും ആരോഗ്യത്തെയും വരാനിരിക്കുന്ന തലമുറകളെ തന്നെയും അപ്പാടെ പ്രതിസന്ധിയിലാക്കിയതിനെ കുറിച്ച്. ഇതൊരു ജനസമൂഹത്തിന്റെ പ്രശ്നമാണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ മാലിന്യം, ശ്വസിക്കുന്ന വായുവിൽ മാലിന്യം, ചുരുക്കം പറഞ്ഞാൽ മാലിന്യത്തിൽ ചുറ്റപ്പെട്ട് ജീവിക്കാൻ ഗതിയില്ലാതെ ജീവിക്കുന്ന 40 കുടുംബങ്ങൾ. ശ്വാസം മുട്ടി ജീവിക്കുന്ന ഈ ജനതയുടെ പ്രശ്നങ്ങൾ നിങ്ങളും അറിയണം. കൊച്ചിൻ റിഫൈനറിയുടെയും HOCയുടെയും ജയിൽ തുല്യമായ മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കുന്ന 10-40 കുടുംബങ്ങൾ. എല്ലായിടത്തും പറയും ഞങ്ങളെ കുടിയിറക്കരുതേ എന്ന്. എന്നാൽ ഈ പ്രദേശവാസികൾ പറയും ഞങ്ങളെ ഒന്ന് കുടിയിറക്കിത്തരൂ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡില് HOCയുടെയും റിഫൈനറിയുടെയും തൊട്ട് പുറകിലുള്ള അയ്യൻകുഴി എന്ന പ്രദേശത്താണ്. ഇവിടെ 9 ഏക്കർ സ്ഥലം മാത്രം നിലനിർത്തിക്കൊണ്ട് 10-40 കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് റിഫൈനറിയും സർക്കാരും പഞ്ചായത്തും എല്ലാം ഈ കുടുംബങ്ങളിലെ ഇതിൽ താമസിക്കുന്ന ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അച്ഛൻ മുതൽ ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. ഒരു 10 വർഷത്തോളമായി. 10 വർഷം മുമ്പ് വരെ എൻ്റെ അച്ഛനെ ശരിക്കും പറഞ്ഞാൽ ഒരു 20 ദിവസം കൂടുമ്പോൾ ഓക്സിജൻ അച്ഛൻ ശ്വാസം വലിച്ചിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാകും. പിന്നെ ചോട്ടാനിക്കൽ ആശുപത്രിയിലാണ്, അവിടെയാണ് സ്ഥിരം കാണിക്കുന്നത്. അവിടെ കൊണ്ട് 4 ദിവസം അഡ്മിറ്റ് ചെയ്ത് ഓക്സിജനും കയറ്റി വീട്ടിൽ വന്ന് പിന്നെ ഒരു 20 ദിവസം എനിക്ക് കിട്ടും. 20 ദിവസം ഒരു കൂടി വന്ന 10-27 ദിവസം അതിനുള്ളിൽ വീണ്ടും കൊണ്ടുപോകണം. ഇങ്ങനെ വർഷങ്ങളോളം ഞാനിങ്ങനെ കൊണ്ടുപോയി ഞാൻ ആശുപത്രി അഡ്മിറ്റ് കണ്ടവാനം പൈസ എനിക്ക് ചിലവായി. അന്നും ഡോക്ടർ പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊല്യൂഷൻ്റെ ആണ് നിങ്ങളെല്ലാം പോയിക്കണമെന്ന് പറഞ്ഞു. ഈ 2 കമ്പനിയുടെ വിഷവാതകമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ബാധിക്കുന്നത്. ആയതുകൊണ്ട് എന്നെ കൂടി ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടുന്ന് കടവില മേടിച്ച് കുറേ സ്വർണ്ണമൊക്കെ വിറ്റ് ഞാൻ വേറെ സ്ഥലം മേടിച്ച് ഞാനവിടെ വീട് വെച്ച് പട്ടിയമറ്റത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ പട്ടിയമറ്റത്തേക്ക് മാറിയതിന് ശേഷം എൻ്റെ അച്ഛൻ മരിക്കുന്നവരെ, ഇപ്പം അച്ഛൻ മരിച്ചിട്ട് 6 വർഷത്തോളമായി. ഈ മരിക്കുന്നവരെ എൻ്റെ അച്ഛനെ ഒരു ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. വായു മലിനീകരണം, ജലമലിനീകരണം, ശബ്ദമലിനീകരണം എന്നിവയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് കേവലം 9.5 ഏക്കർ വിസ്തൃതിയിലുള്ള ഇവിടുത്തെ താമസക്കാരായ കുറച്ച് മനുഷ്യർ. മുംബൈ ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ്. അടിസ്ഥാന രാസവസ്തുക്കളുടെ നിർമ്മാണം തദ്ദേശീയമാക്കുന്നതിനും സുപ്രധാന ജൈവ രാസവസ്തുക്കളുടെ ഇറക്കുമതിയിൽ രാജ്യം ആശ്രയിക്കുന്നതിന് കുറയ്ക്കുന്നതുമായി 1960-ലാണ് ഇത് സ്ഥാപിതമായത്. ഫിനോൾ, അസറ്റോൺ, നൈട്രോബെൻസീൻ, അനിലിൻ തുടങ്ങിയവയാണ് ഉൽപ്പന്നങ്ങൾ. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ റിഫൈനറി സ്ഥാപിതമാകുന്നത് 1963 ഏപ്രിൽ 27-നാണ്. അമേരിക്കയിലെ ഫിലിപ്സ് പെട്രോളിയം കമ്പനിയും കൽക്കട്ടയിലെ ഡങ്കൺ ബ്രദേഴ്സും ചേർന്ന് 1963 ആരംഭിച്ച സംയുക്ത സംരംഭമാണിത്. 2005 കേന്ദ്ര സർക്കാർ കമ്പനിയെ BPCLന്റെ കീഴിലാക്കി. ഈ കൊച്ചിൻ റിഫൈനറി ഇത്രയും വികസനങ്ങൾ വന്നപ്പോഴും ഈ 16-ാം വാർഡില് ഞങ്ങളുടെ ഏരിയ, അതായത് ഈ മൊത്തം ഏരിയ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ അടൂർക്കരയിലേക്കോ അല്ലെങ്കിൽ ചാലിക്കരയിലേക്കോ ഒന്നും ഈ കമ്പനി പോകേണ്ടി വരില്ലായിരുന്നു. ഈ റിഫൈനറി സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം അവർ എന്തിനു വേണ്ടിയിട്ട്, അവർ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഓരോ സ്ഥലങ്ങൾ തേടി പോവുകയാണ്. ഞങ്ങൾക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈ കമ്പനി ഇവിടെ പ്രാവർത്തികമാക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ജനങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട ബാധ്യത ഒരു കമ്പനിക്കുണ്ട്, സർക്കാരിനുണ്ട്. അതൊന്നും ചെയ്യാതെ കൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നു തിന്നുന്ന ഈ പ്രവണത ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറാവണം. ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയതിന്റെ റിസൾട്ട് എന്തായിരുന്നു?
മെഡിക്കൽ റിപ്പോർട്ട് നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് 85 പേരോളം ഞങ്ങൾ പങ്കെടുത്തതിൽ 45 പേരോളം തന്നെ ഞങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശം ചുരുങ്ങുകയാണ്. ഒരു മനുഷ്യന്റെ ശ്വാസകോശം ചുരുങ്ങുക എന്ന് പറയുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ശ്വാസം കിട്ടില്ല എന്ന് പറയുമ്പോൾ രായ്ക്ക് രാമായണ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസം അതുങ്ങൾക്ക് നല്ല ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 40 വർഷക്കാലമായി തുടരുകയാണ് അയ്യൻകുഴി നിവാസികളുടെ ദുരിതപൂർണമായ ജീവിതം. ഇവർക്കില്ലാത്ത അസുഖങ്ങളില്ല. പട്ടികജാതി കുടുംബങ്ങൾ അടക്കം 45ഓളം വീട്ടുകാർ, ഇതിൽ 25ഓളം വീട്ടുകാർ രോഗബാധിതരായതിനെ തുടർന്ന് ഇവിടെ നിന്ന് താമസം മാറ്റി വാടകയ്ക്ക് കഴിയുന്നു. SC കുടുംബങ്ങൾ ഉൾപ്പെടെ 40ഓളം കുടുംബങ്ങളാണ് ഈ വൻ മതിൽക്കെട്ടിനുള്ളിൽ ശ്വാസം മുട്ടി ജീവിച്ചിരുന്നത്. അതിൽ 20ഓളം കുടുംബങ്ങൾ പ്രാണരക്ഷാർത്ഥം ഈ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്താൽ സംഭവിച്ച ശ്വാസകോശ സംബന്ധമായ ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾ മൂലം ഇല്ലാത്ത വാടക കൊടുത്ത് പുറപ്പെട്ടു പോയവര്. അയ്യൻകുഴി നിവാസികളെ ഇവിടുത്തെ ഭരണാധികാരികൾക്കും കൊല്ലാക്കൊല കൊല്ലുകയാണ്. ഞങ്ങളെ നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഞങ്ങളെ ഇവിടെ ഇട്ട് കൊല്ലാനാണ് ഈ 2 കമ്പനിക്കാരും ഭരണവർഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന MP ഉണ്ട്, MLA ഉണ്ട്, ഭരണാധികാരി വർഗങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ പ്രശ്നം അവർക്ക് നേരിട്ടറിയാവുന്നതാണ്. ഇവരാരും സജീവമായിട്ടില്ല, ഇടപെടുന്നില്ല എന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഓപ്പൺ സർജറി കഴിഞ്ഞിരിക്കുന്ന ആളാണ്. എന്നോട് ഈ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കണമെന്നാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നിട്ട് പോലും എനിക്ക് മാറി താമസിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളിവിടെ പോകും. ഭീമമായ വാടക കൊടുത്ത് ഇവിടുന്ന് താമസിക്കാൻ പറ്റിയ ആളുകളൊക്കെ പോയി. ഇപ്പൊ ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്, അമ്പലമുകളിലെ സംബന്ധിച്ച് അവിടെയുള്ള കഴിവുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഭരണാധികാരി വർഗങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ ചേക്കേറിയിരിക്കുക. അതായത് ഇവിടെ നിന്ന് പണം ഉണ്ടാക്കി അധികാരം സ്ഥാപിക്കുകയും പണം ഉണ്ടാക്കുകയും ചെയ്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ഈ പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. പല ആളുകളും പാവങ്ങളായ ആളുകളാണ് ഇവിടെ കിടക്കുന്നത്. എന്നിട്ടാണ് അത്തരം ആളുകൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ഈ അന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അയ്യൻകുഴി ജനകീയ സമിതി ഈ കാര്യത്തിൽ അവസാനം വരെ പോരാടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഉറക്കെ പ്രഖ്യാപിക്കുക. നിങ്ങൾക്കറിയാമോ, കോടതി വിധി നടപ്പാക്കാത്തതിൽ 30 യുവജനങ്ങൾ ഇവിടെ വോട്ട് ബഹിഷ്കരിച്ചു. എന്തുകൊണ്ട്? ഈ കമ്പനിയുടെ മതിൽക്കെട്ടിന് ഉള്ളിൽ നിന്ന് ഒരു അപകടമുണ്ടായാൽ അവരെ രക്ഷിക്കാൻ പോലുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെന്താണ് വിചാരിക്കുന്നത്? ഈ മതിൽക്കെട്ടിനുള്ളിൽ കിടന്ന് ഈ മനുഷ്യ ജീവനുകൾ പൊടിഞ്ഞു പോയിക്കോട്ടെ എന്നാണോ ഇവർ? യാതൊരു വിലയും എന്തുകൊണ്ടാണ് ഈ ജീവന് ഈ സർക്കാരും മറ്റു ഈ കമ്പനിക്കാരും കൊടുക്കാത്തത്? എനിക്ക് ശ്വാസം മുട്ട വന്ന നാൾ പോയിട്ട് 10-40 കൊല്ലായി. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. കൊച്ചിൻ്റെ താമസിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ട്. കൊച്ചു ഞങ്ങളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം വീട്ടിൽ എനിക്ക് പറയുക. ഈ മതിലിനപ്പുറം കാണുന്നത് കൊച്ചിൻ റിഫൈനറിയുടെ ഇതിൽ സ്ഥാപിച്ചാണ് എയർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്. ഈ എയർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുത്ത് നൈട്രജനും ഓക്സിജനും ഒക്കെ ആയിട്ട് തിരിച്ച് നൈട്രജൻ കമ്പനിക്ക് കൊടുക്കുന്നതും ആണ് ബാക്കി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഈ അന്തരീക്ഷത്തിലെ ഓക്സിജനെ വലിച്ചെടുക്കും. ഞങ്ങളുടെ അയ്യൻകുഴി എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന പ്രദേശമാണ്. ഇതിന്റെ ചുറ്റിനും 7ഓളം ഫയർ സ്റ്റാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. 7ഓളം ഫയർ സ്റ്റാക്കുകൾ ഉണ്ട് ആകാശത്ത് നിന്ന് കത്തുന്നതും. പിന്നെ ഇവിടെ വെച്ചാണ് പോക്കോളുകൾ, അതായത് കൊച്ചിൻ റിഫൈനറിയുടെ PDPPയുടെയും എല്ലാം ഫയർ സ്റ്റാക്ക് പോക്കോളുകളും HOCയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് എയർ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ടാണ് ഇതിന്റെ ചുറ്റിനുമുള്ള എയർ വന്ന് ബാക്കിയുള്ള എയർ വരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 50 ഞങ്ങളുടെ പ്രദേശമായിട്ട് ഏകദേശം 100 മീറ്റർ വ്യത്യാസത്തിൽ നിൽക്കുന്ന എയർ പ്രൊഡക്റ്റിന്റെ ചുറ്റിനും ഈ വായു എല്ലാം ഈ പുക മലിനീകരണങ്ങളെല്ലാം ഇവിടെ വന്ന് തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ഈ അയ്യൻകുഴിയിൽ രാത്രി കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഈ കാണുന്നത് പെരിയാർ വാലി ഇറിഗേഷൻ കനാലിനെ ചിത്രപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന തോട്. ഏറ്റിക്കര, അടൂർക്കര, കക്കാട് ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന ഈ തോട് കളമശ്ശേരിയിൽ മീൻ കൂട്ടത്തോടെ ചത്തപ്പോഴും ഇവിടുത്തുകാർക്ക് ഇത് പതിവ് കാഴ്ച മാത്രം. രാസമാലിന്യത്തിൻ്റെ ദുർഗന്ധവും പേറി ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഒഴുകുന്ന തോട് ഇത് ഉയർത്തിവിടുന്ന ദുരന്ത കാഴ്ചകൾ. ഞങ്ങളുടെ പ്രകൃതിദത്തമായ തോടാണ് ഇന്ന് ഇതിലെ അടച്ചു കെട്ടിവെച്ചത്. ഞങ്ങളുടെ പൂർവികരെല്ലാം പാടം കൃഷി ചെയ്തിരുന്ന പാടശേഖരം തരിശായിക്കെടുക്കുകയാണ്. ഈ തോട്ടിലേക്ക് കമ്പനിയുടെ ഓവുചാലി വെച്ച് ക്രൂഡ് ഓയിൽ പോലുള്ള മാരകമായ ആസെറ്റ് എല്ലാം ഒഴുക്കി വിട്ട് ഞങ്ങളുടെ തോട്
വളരെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ മഴയത്ത് വന്ന ഓയിലാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കൃഷിഭൂമിയാണ്. എല്ലാം ഇവർ ഈ വിഷവെള്ളം ഒഴുക്കി ഇത് നശിച്ചെടുക്കുക. ആർക്കും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ വിഷവെള്ളമാണ് നേരെ ചിത്രപ്പുഴയിലേക്ക് എന്ന് കയറുന്നത്. ചിത്രപ്പുഴയിൽ മീൻ ചത്തു പൊങ്ങണതെല്ലാം ആരും വാർത്തയാക്കാറുമില്ല, ഒന്നുമില്ല. ഈ കളമശ്ശേരിയിൽ മീൻ ചത്തു പൊങ്ങി അതേ ദിവസം തന്നെ ഇവിടെ മീൻ ചത്ത് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ആരും എന്താ ഈ കമ്പനിയുടെ സമ്മർദ്ദത്തിൽ ആരും ചെയ്യാറില്ല. ഇവര് നല്ല സമ്മർദ്ദവും ഞങ്ങൾ അന്ന് മീൻ ചത്ത് പൊങ്ങിയ ദിവസം ഇവിടെ പഞ്ചായത്തിനെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും എല്ലാവരെയും ഫോട്ടോ എടുത്ത് സഹിതം ഞങ്ങൾ വിളിച്ചിട്ട് പോലും ആരും ഇങ്ങോട്ട് വന്ന് നോക്കാനും വന്നില്ല. അതുപോലെ തന്നെ റിഫൈനറിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞത് ഇത് ആരോ നഞ്ച് കലക്കിയതാണ്. ഞങ്ങൾക്ക് എങ്ങനെ നഞ്ച് കലക്കാൻ പറ്റും? ഇതിൻ്റെ അകത്തിട്ട് ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്റർ അവർ അടച്ചു കെട്ടിയെടുത്തേക്കാം. അത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായ തോട് ഒരിക്കലും അടച്ചു കെട്ടാൻ പാടില്ലാത്തതാണ്. പ്രകൃതിദത്തമായ തോട് അടച്ചു കെട്ടാനോ അല്ലെങ്കിൽ ഇതിനകത്ത് തോടിന്റെ രൂപമാറ്റം അവർ വരുത്തിയിട്ടുണ്ട്. അവർ പോണ്ടാക്കി മാറ്റി അതിനകത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യണേ. ഇത് കയറി പരിശോധിക്കാനുള്ള ഇത് എല്ലാവർക്കും ഉണ്ടാവണം. എറണാകുളം ജില്ലയിലെ അയ്യങ്കുഴി എന്ന് പറയുന്ന ഒരു 9.57 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം പറയുന്നതിന് കണ്ടിട്ടാണ് ഈ വീഡിയോ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ BPCL എന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു കമ്പനി, സർക്കാർ കമ്പനി തന്നെ. ഇപ്പുറത്തെ സൈഡിൽ HOCL എന്ന് പറയുന്ന മറ്റൊരു കമ്പനി. രണ്ടും വലിയ കമ്പനികൾ തന്നെ. പക്ഷേ ഈ കമ്പനികൾ അവരുടെ പ്രവർത്തന മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുള്ള സ്ഥലങ്ങൾ ഈ അയ്യൻകുഴി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വളരെ വലിയ ജയിൽ മാതിരി കെട്ടിപ്പൊക്കിയിട്ടുള്ള മതിലുകൾക്ക് ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 9 ഏക്കർ സ്ഥലവും 57 സെന്റ് വരുന്ന ഭൂപ്രദേശം മാത്രമാണ്. ഇതിൽ 43 വീടുകളും അവരുടെ വാസസ്ഥലവുമാണ് അവിടെ ഉള്ളത്. ഈ 2 കമ്പനികളിലും പുറന്തള്ളുന്ന മലിനീകരണ പ്രശ്നങ്ങൾ നിമിത്തം ഇവർക്ക് അവിടെ ജീവിതം വളരെ ദുസ്സഹമായി തുടരുകയും അതിനെ തുടർന്ന് ഇവരിൽ 23 കുടുംബങ്ങൾ നിലവിൽ ആ നാട്ടിൽ നിന്നും പലായനം ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ 23 വീട്ടുകാർ നമ്മൾ വിചാരിക്കും പോലെ ആ സ്ഥലം മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തി അവിടെ നിന്ന് പലായനം ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. അവരുടെ നിവൃത്തികളോടുകൊണ്ടും ജീവന്റെ സുരക്ഷയും വിചാരിച്ച് മാത്രം വാടകയ്ക്ക് മാറി താമസിച്ചിട്ടുള്ള ആൾക്കാരാണ്. കേരള സർക്കാർ ഇതിൽ ഒരു വെറും നോക്കൂത്തിയായിട്ട് മാറ്റി നിൽക്കുന്നു. കേരള സർക്കാരിനും ഇന്ത്യ സർക്കാരിനും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചിട്ടോ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ പഠിക്കുന്നതിനോ അതല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനോ ഇവർ തയ്യാറാകുന്നതുമില്ല. എന്തിനു വേണ്ടി ഇപ്രകാരമുള്ള ദ്രോഹപ്രവർത്തികൾ ഈ 43 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നു. 1983 ഇതിൽ ഒരു കമ്പനിയായ BPCL, അന്ന് കൊച്ചിൻ റിഫൈനറി, ഇന്ന് BPCL, കൊച്ചിൻ റിഫൈനറിയിൽ വളരെ വലിയൊരു സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനത്തെ തുടർന്ന് വളരെ വലിയ ആൾനാശവും അതുപോലെ ആ പ്രദേശത്തിനുള്ള ഭൂപ്രകൃതിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടായി. 2 കമ്പനികളും കൂടി അടച്ചു കെട്ടി വെച്ചിട്ടുള്ള ഈ മേഖല അവരുടെ പുറത്തേക്കുള്ള ഒരു വഴി അത് HOCL കമ്പനി അടച്ചുപൂട്ടിക്കളഞ്ഞു. അടുത്തത് അതിലൂടെ അവരുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു തോടുണ്ടായിരുന്നു. ഈ തോട്ടിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവർ കൃഷി നടത്തിയിരുന്നതും അവർ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. ഈ തോട് ഇപ്പം ഒരു മാലിന്യ തോടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കമ്പനികളിൽ നിന്ന് വരുന്ന ദുർഗന്ധവും വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു തോടായിട്ട് മാറി ഇപ്പോൾ ഇത്. മാത്രമല്ല
ഈ തോട്ടിൽ നിന്ന് വരുന്ന ഈ ഉപരിപ്ലവമായിട്ട് വരുന്ന ഈ രാസമാലിന്യങ്ങൾ മുഴുവൻ എത്തിച്ചേരുന്നത് ചിത്രപ്പുഴ എന്ന് പറഞ്ഞ പ്രദേശത്തേക്കാണ്. ചിത്രപ്പുഴയിൽ നമുക്കറിയാം അവിടെ നല്ലൊരു ആവാസവ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇതെല്ലാം മലിനപ്പെട്ട് കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മുടെ സർക്കാരുകൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. നമ്മൾക്ക് ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡുണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്. ഇന്ത്യ സർക്കാരിൻ്റെ കീഴിലുള്ളത്, കേരള സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതായിട്ടുള്ളൊരു അതോറിറ്റി ഉണ്ട്. ഇവർ എവിടെ നിൽക്കുന്നു? എന്തിനു വേണ്ടി ഇവർ ഈ നാട്ടിന് വേണ്ടി സേവനം ചെയ്യുന്നു? ഈ നാടിന് എന്ത് ഗുണം അവർ ചെയ്യുന്നു? ഈ 9.5 ഏക്കർ മാത്രം വരുന്ന ഈ സ്ഥല പരിമിതിയിൽ എത്രമാത്രം മലിനീകരണം ഉണ്ടായിട്ടും ഇവർ കണ്ണു തുറക്കാത്തതുകൊണ്ട് സർക്കാരിന് ഇതിനകത്ത് എന്തുകൊണ്ട് ഉത്തരവാദിത്വം എടുക്കുന്നില്ല? പല പല പദ്ധതികളും സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ സർക്കാരുകളൊന്നും ഇതിനകത്ത് കണ്ണു തുറക്കുന്നില്ല. അവസാനം 2022 ഈ പ്രദേശം ഏറ്റെടുക്കുന്നതിനും മറ്റ് പ്രോജക്റ്റുകൾ വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം സർക്കാർ കേരള ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുകയില്ല. നാളെ ഇതുവരെ അതിന്മേൽ അടയിരിക്കുന്നതല്ലാതെ യാതൊരു പ്രവൃത്തികളും സർക്കാർ ചെയ്തിട്ടില്ല. കുഴിയിൽ നിന്നും പട്ടിമറ്റത്തേക്ക് എളുപ്പം പോകാവുന്ന വഴിയാണ് മതിൽ കെട്ടി അടച്ചു വച്ചിരിക്കുന്നത്. കമ്പനി 2 റെഡ് കാറ്റഗറിയിൽപ്പെട്ട 2 കമ്പനികളിൽ നിന്നുള്ള പൊല്യൂഷൻ കാരണം പല നടപടികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. വോട്ട് ബഹിഷ്കരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പൊ ഞങ്ങൾ വോട്ട് ബഹിഷ്കരണത്തിലാണ് വന്നിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ് ഈ ജനതയുടേത്.